അർജന്റീനക്ക് അങ്ങനെ റൗണ്ട് ഓഫ് 32-വിൽ എതിരാളികളായിരിക്കുകയാണ്. 2 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 6 പോയിന്റുമായി അർജന്റീനയാണ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാർ. അത് മാറാൻ ഇനി സാധ്യതയില്ല. റൗണ്ട് ഓഫ് 32-വിൽ നിലവിൽ ചരിത്രത്തിൽ ആദ്യമായി വേൾഡ് കപ്പിനെത്തി ചരിത്രം സൃഷ്ടിച്ച കപ്പ് വെർദെയാണ് അർജന്റീനയുടെ എതിരാളികൾ. വമ്പന്മാരായ സ്പെയിനും ഉറുഗ്വേയും എല്ലാം അടങ്ങിയ ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് കപ്പ് വെർദെ അർജന്റീനക്കെതിരെ റൗണ്ട് ഓഫ് 32-വിന് മത്സരിക്കാനെത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് അർജന്റീന തങ്ങളുടെ അവസാന റൗണ്ട് മത്സരം കളിക്കാനിരിക്കുകയാണ്. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാവിലെ 7:30 ഈ ഒരു മത്സരം നടക്കുന്നത്. അർജന്റീനയ്ക്ക് മത്സരം ഏറെ നിർണായകമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ടീമിൽ ഇതുവരെ അവസരം ലഭിക്കാത്ത യുവ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് നാളത്തെ മത്സരത്തിൽ സ്കലോണി അവസരം നൽകുമെന്ന് പരിശീലകൻ തന്നെയാണ് അറിയിച്ചത്. ഡിഫൻസിലും മധ്യനിരയിലും മുന്നേറ്റ നിരയിലും എല്ലാം കാര്യമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും. എന്നാൽ ലിയോ മെസ്സി ആരാധകർക്ക് ചെറിയ നിരാശ വാർത്തയാണ് പുറത്തു വരുന്നത്. സ്കലോണി നേരത്തെ അറിയിച്ചതുപോലെ ടീമിലെ ഭൂരിഭാഗം താരങ്ങൾക്കും വിശ്രമം നൽകി സൂപ്പർ താരങ്ങളായ യുവതാരങ്ങളെ കളിപ്പിക്കാനൊരുങ്ങുന്ന സ്കലോണി ടീമിലെ വലിയ മാറ്റങ്ങൾക്കിടയിലും ലിയോ മെസ്സിയെയും എമിലിയാനോ മാർട്ടിനസിനെയും കളിപ്പിക്കുമെന്നും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ മെസ്സിയും എമിലിയാനോയും ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മെസ്സിക്ക് ജോർദാനെതിരായുള്ള മത്സരത്തിൽ കളിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും മെസ്സി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ സ്ഥാനം പിടിക്കുക എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ ഇതിനൊരു തീരുമാനമായിരിക്കുകയാണ്. ലിയോ മെസ്സി ജോർദാനെതിരായുള്ള നാളത്തെ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായേക്കില്ല. ഇക്കാര്യം അർജന്റീന ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മത്സരത്തിൻ്റെ 2ാം പകുതിയിൽ ലിയോ മെസ്സി കളിച്ചേക്കുമെന്ന് പരിശീലകൻ സ്കലോണി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രമുഖ മാധ്യമപ്രവർത്തകനായ ഫെബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. മുന്നിൽ വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങൾക്ക് ലിയോ മെസ്സിക്ക് വിശ്രമം നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും മെസ്സിയെ മുഴുവൻ സമയവും കളിപ്പിക്കാതിരിക്കുന്നത്. അതുപോലെ തന്നെ യുവ സൂപ്പർ താരങ്ങൾക്ക് കളിക്കാൻ അവസരം നൽകുക എന്ന തീരുമാനവും സ്കലോണിക്കുണ്ട്. മെസ്സിക്കു പകരം ഫ്രാങ്കോ ലോപ്പസോ അല്ലെങ്കിൽ നിക്കോ പാസോ കളിക്കാനായിരിക്കും സാധ്യത. ഏതായാലും ജോർദാനെതിരായുള്ള പോരാട്ടത്തിൽ മെസ്സി കളിച്ചേക്കും. അത് 2ാം പകുതിയിൽ മാത്രമായിരിക്കുമെന്നാണ് സ്കലോണി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിലെ പുത്തൻ വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.